വിശ്വാസത്തിൽ ഈസ്റ്ററിന് മുന്നിൽ ആചരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 50 അനുഷ്ഠാനമാണ് വേണ്ടുന്നത്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവയുടെ ആത്മീയ നവീകരണത്തിന് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഈ സമയം നമ്മളെ സഹായിക്കുന്നു. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ഈ കാലഘട്ടം ആത്മീയ പരിശോധനയ്ക്കും പരിവർത്തനത്തിനും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകും 40-ാം മില്യൺ കുറിച്ചാണ്. എന്താണ് 40-ാം മില്യൺ പ്രാധാന്യം? ഞാൻ നിങ്ങളുമായി 4 പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കാം. 1. യേശുക്രിസ്തു ഉപവാസം ചെയ്ത അവസാന ദിവസത്തിന്റെ ഓർമ്മയാണ്. 2. 40 ദിവസം പ്രാർത്ഥനയാലും ഉപവാസത്താലും കഴിയുന്ന യേശുവിനെ പരീക്ഷിക്കാനും പ്രലോഭിപ്പിക്കാനും വളച്ചൊടിച്ച് യേശുവിനെ പരീക്ഷിച്ചതിന്റെ ഓർമ്മയാണ്. 3. എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് സാത്താന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ദിവസമാണിത്. 4. സാത്താനും അവരുടെ അനുയായികൾ ഇന്നും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് സഭയെ ചതിക്കുള്ളിൽ ചാടിക്കാൻ കഴിയുമെന്ന വ്യാമോഹത്തിൽ നടക്കുന്നുണ്ട്. അതിനാൽ ജാഗരൂകരായിരിക്കണമെന്നും അതിനെതിരെ പ്രാർത്ഥനയും ഉപവാസവും ആയുധമെടുക്കണമെന്നും ബെല്ലിമ ബസേലിയോസ് ഉപവാസത്തെ ആത്മാവിന്റെ ആയുധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 40 എന്ന സംഖ്യയുടെ പ്രാധാന്യം. 1. നോഹയുടെ കാലത്ത് 40 രാവും പകലും മഴ ഉണ്ടായി. 2. ഇസ്രായേൽക്കാർ 40 വർഷം മണ്ണ ഭക്ഷിച്ച് ജീവിച്ചു. 3. മോശ 40 രാവും പകലും മലമുകളിൽ ദൈവത്തോടൊപ്പമായിരുന്നു. 4. ദാവീദ് 40 വർഷം ഇസ്രായേൽക്കാരെ ഭരിച്ചു. 5. നിനിവേ നിവാസികൾക്ക് ദൈവം അനുഗ്രഹിക്കാൻ 40 ദിവസം കൊടുത്തു. 6. ഉയർപ്പിന് ശേഷം യേശു 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ 40-ന് വളരെ പ്രാധാന്യം കാണുന്നുണ്ട്. ഈ നോമ്പിന്റെ 40-ാം വെള്ളി ആഘോഷിക്കുമ്പോൾ നോമ്പിന്റെ ആദ്യഘട്ടം അവസാനിക്കുന്നു. അടുത്ത 10 ദിവസം നമ്മുടെ കർത്താവിന്റെ ഓശാന, പെസഹ, കർത്താവിന്റെ കഷ്ടാനുഭവം, കുരിശുമരണം ഓർത്തുകൊണ്ട് നാം ഒരുമയ്ക്കായി ഉപവാസവും പ്രാർത്ഥനയോടും കൂടുതൽ ശക്തമാക്കുകയും വാചനം തീഷ്ണയോടും ചെയ്തുകൊണ്ട് കൃത്യമായി നാം ഒരുങ്ങുന്നു. നമ്മുടെ കർത്താവിന്റെ കഠിനമായ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഓർമ്മപ്പെടുത്തി നാം വെള്ളി നോമ്പിൽ 40-ാം വെള്ളിയാഴ്ച ഏറ്റെടുക്കുന്നു. 40-ാം വെള്ളി വെറും ഒരു ദിവസമല്ല, മറിച്ച് സാത്താൻ ഉയർത്തിയ പരീക്ഷണങ്ങളുടെ യേശു മഹാവിജയം നേടിയ ആഘോഷമാണ്. ലോകമോഹം, അഹങ്കാരം, വിശപ്പ് ഈ 3 പരീക്ഷണങ്ങളെ ദൈവജനം കൊണ്ട് നേരിട്ട കർത്താവ് നമുക്ക് മുന്നിൽ മാതൃക വെച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രലോഭങ്ങളെ എങ്ങനെ നേരിടാം എന്ന് നോമ്പ് കാലഘട്ടം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ യേശുക്രിസ്തുവിനെ പോലെ പ്രലോഭങ്ങളെ ജയിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. അവശേഷിക്കുന്ന കഷ്ടവും ആശയപൂർണ്ണമായ ശുദ്ധിയോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് പ്രവേശിക്കാം. മഹിയാ തമ്പുരാൻ തന്റെ ഉയർപ്പിനായി നമ്മെ എല്ലാവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.